ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണിത്. ഇത് നാടൻ പലഹാരമാണിത്. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പലഹാരമാണ്, എനിക്കിഷ്ടപ്പെട്ട പലഹാരമാണ്. ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പലഹാരം. പിന്നെ ഇത് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ ലൈക്കും ചെയ്യണം, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇപ്പം നമ്മളിതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 3 ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വാല വെച്ച് പൊടിച്ച അരിപ്പൊടിയാണിത്. അപ്പോൾ ഇത് ഇച്ചിരി തരിതരിപ്പായിട്ടാണ് പൊടിക്കേണ്ടത്, ഒത്തിരി നൈസായിട്ട് പൊടിക്കാൻ പാടില്ല. തരിതരിപ്പായിട്ട് പൊടിച്ച അരിപ്പൊടി. പിന്നെ ആവശ്യമുള്ള ശർക്കര, ഇത് 3/4 കിലോ ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നത്, 3-4 വട്ടം അരിച്ചാണ്. അപ്പോൾ ആദ്യം ഈ അരിപ്പൊടിയും ശർക്കരയും കൂടെ നമുക്ക് കുഴയ്ക്കണം, അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഈ ശർക്കര നല്ലപോലെ ഉരുക്കിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് ഈ സൈസിന് നമ്മൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങാക്കൊത്ത്, ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ അതിനാവശ്യമുള്ള പാളയന്തോടൻ പഴമാണ് ഈ പലഹാരത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് പഴം. അപ്പോൾ അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ്. ഇതൊക്കെയാണ് അതിനാവശ്യമുള്ള ആദ്യത്തെ സാധനങ്ങൾ. അപ്പോൾ അരിപ്പൊടിയും ശർക്കരയും കൂടെ ആദ്യം നമുക്ക് കുഴയ്ക്കണം, അതാദ്യം പരിപാടി. സോ ഈ അരിപ്പൊടി പച്ച അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയല്ല, പച്ച അരിപ്പൊടിയാണ്. തരിതരിപ്പായിട്ട് ഈ അരിപ്പൊടി പൊടിച്ചെടുക്കേണ്ടത്. ഓക്കെ, നമുക്കിതാദ്യം നമുക്ക് കുഴയ്ക്കാം. അപ്പം എനിക്കിതിനകത്ത് 5.5 ഗ്ലാസ് അരിപ്പൊടി കിട്ടി. ഇപ്പം 3 ഗ്ലാസ് അരി വെള്ളത്തിട്ടതാണ്, അപ്പോൾ 5.5 ഗ്ലാസ് അരിപ്പൊടി കിട്ടി. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് ശർക്കര നമുക്ക് ഒഴിക്കാം. ഇപ്പം 5.5 ഗ്ലാസ് അരിപ്പൊടിക്കകത്തോട്ട് ആദ്യം 1 ഗ്ലാസ് ശർക്കര ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ശർക്കര ഒഴിച്ചാൽ മതി, ഒത്തിരി ശർക്കര ആദ്യമേ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ മധുരം അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒഴിച്ച് കട്ടിയില്ലാതെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുന്നതായിരിക്കും നല്ലത്. അവരവരുടെ ഇഷ്ടം, കൈ കൊണ്ടും കുഴയ്ക്കാം അല്ലെങ്കിൽ തവി കൊണ്ടും കുഴയ്ക്കാം, ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ശർക്കര വേണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് കൂടെ ശർക്കര നമുക്ക് ഇതിനകത്ത് ചേർക്കാം. 1/2 ഗ്ലാസ് ശർക്കര ഇതിനകത്തോട്ട് ഒഴിക്കാം. അപ്പോൾ ഇനി നല്ലപോലെ എല്ലായിടവും കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ കുഴച്ചെടുക്കുക, ശർക്കരയും അരിപ്പൊടിയും കൂടെ. ചിലർ അരി അരയ്ക്കുവാണ് ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യാൻ പറ്റും. അരി അരച്ച് ശർക്കര ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കും. പക്ഷേ ഞാൻ അവിടെ അരി പൊടിച്ച് കണ്ടോ, ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒത്തിരി വെള്ളവുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയുമല്ലാതെ ഈ കൺസിസ്റ്റൻസിലാണ് നമ്മളിവിടെ ഇനി വെച്ചു. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു 3-4 മണിക്കൂറോളം വെക്കാം. ഞാൻ ഇവിടെ ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ. പിന്നെ പഴവും തേങ്ങാക്കൊത്തൂടെ ചേർക്കും. ഇപ്പോൾ ചേർക്കത്തില്ല, പഴവും തേങ്ങാക്കൊത്തും ആ സമയത്തേ ചേർക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടോ ഈ കൺസിസ്റ്റൻസി ഇച്ചിരി ഒരു കട്ടിയായി, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി പഴം ചേർക്കേണ്ടതുണ്ട്. ഇത്രയും തരിതരിപ്പായിട്ടുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി കണ്ടില്ലേ, പഴം ഞാൻ അരച്ചെടുത്തു. പഴം അരച്ച് അതിനകത്ത് നമുക്കിടാം. ഈ പഴം ചൂടാൻ സമയമാകുമ്പോഴേ ചേർക്കാവൂ. അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഇപ്പോൾ എണ്ണ അത്രയും കുടിക്കത്തില്ല ചൂടാൻ സമയമാകുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ. അല്ലാതെ പഴം നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ആ ചൂടാൻ സമയമാകുമ്പോൾ പഴം ഇളക്കി യോജിപ്പിക്കുക. മിക്സിക്കകത്തോ അല്ലെങ്കിൽ കൈ കൊണ്ടിട്ട് തന്നെ ഇളക്കി അതിനകത്ത് നമ്മൾ ഇളക്കാൻ പറ്റും. മിക്സിക്കകത്ത് ഇളക്കുമ്പോൾ ഇച്ചിരി നല്ലപോലെ അത് അരഞ്ഞ് കിട്ടും പഴം. അപ്പോൾ നല്ലപോലെ അത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിനാവശ്യമുള്ള ഇനി ഏലക്കാപ്പൊടി, അതൊരു 1-1.5 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കാം. നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ചേർക്കാൻ പറ്റും. അതും നല്ലപോലെ ഇളക്കുക. അപ്പോൾ ചിലപ്പം പഴത്തിൻ്റെ വല്ലതും കട്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഇളക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇളക്കാതെ നല്ല ഒരു എല്ലായിടവും നമുക്കൊന്ന് ചെയ്ത് ഇളക്കാൻ പറ്റും. ഓക്കെ, കൈ കൊണ്ട് നമുക്ക് എല്ലായിടവും കട്ടിയൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അത് നെയ്യ് ഒഴിക്കണം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറക്കണം, കരിയാൻ പാടില്ല.
ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം നമുക്ക്. ഒക്കെ നല്ല മണം വരുന്നുണ്ട്, നെയ്യിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും നല്ല മണമാണ് വരുന്നത്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇനി അങ്ങനെ ഒഴിക്കാം, നെയ്യോടെ അങ്ങ് ഒഴിക്കാം. നെയ്യ് അതിനകത്ത് ഒഴിച്ച് നല്ലപോലെ അങ്ങ് ഇളക്കുക. അപ്പം നെയ്യ് അംശം എല്ലാം അതിനകത്തോട്ട് നല്ല മിക്സായി വരണം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഉടനെ നമുക്ക് പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഉടനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പം പാത്രമാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, നാടൻ പലഹാരമായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലത്. എല്ലാ കുഴിക്കകത്തും വെളിച്ചെണ്ണ ഒഴിക്കുക, നിറച്ച് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഇത് ഉണ്ണിയപ്പം ഒഴിക്കണം. ഇത് ഉണ്ണിയപ്പം ഒഴിക്കാൻ ഓരോ തവി, ചെറിയ തവിയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ചെറിയ തവി ഇല്ലാത്തതുകൊണ്ട് വലിയ തവിയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആ കുഴിയെക്കാട്ടിലും ഇച്ചിരി വലുതായി വരുന്നു. നിങ്ങളുടെ ചെറിയ തവി ഉണ്ടെങ്കിൽ ചെറിയ തവി തന്നെ ഓരോ തവി ഓരോ കുഴിക്കകത്ത് ഒഴിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഉണ്ടായോ, അത് ഇച്ചിരി വലുതായിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കുഴിക്കകത്തും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം തീ വെക്കണം, ഒത്തിരി തീ വെക്കാൻ പാടില്ല. ഒത്തിരി തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കളറങ്ങ് പെട്ടെന്ന് വന്ന് അകം വേവാതായിപ്പോവും. അതുകൊണ്ട് ചെറിയ തീ തന്നെ, ചെറിയ മീഡിയം തീ വെക്കണം, ഒത്തിരി ചെറുതല്ല, മീഡിയം തീ വെച്ച് നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ അകം നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളർ വ്യത്യാസം വരുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി ഉണ്ണിയപ്പം ആകുമ്പോൾ ഇച്ചിരി കളറൊക്കെ വരാൻ നല്ലതാണ്. അപ്പം നമുക്കത് ഓരോന്നോരായി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അതൊക്കെ ഇച്ചിരി വലുതായിപ്പോയി. തവിയുടെ കുഴപ്പമാണ്, ചെറിയ തവി കൊണ്ട് ചെറിയ തവി തന്നെ ഒഴിക്കണം നിങ്ങൾ, വലിയ തവി വേണ്ട കേട്ടോ, അത് ഇത്തിരി കൂടെ വലുതായിപ്പോയി. കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും. ഓക്കെ, അത് ഇനി തിരിച്ചിട്ട് കൊടുത്തു, അതും തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടില്ലോ, ആ കുഴിയെക്കാട്ടിൽ ഇച്ചിരി വലുതായിപ്പോയി. ഓക്കെ, നമുക്കതുകൊണ്ട് അതൊക്കെ മൂത്തിട്ടുണ്ട്, ഇതൊക്കെ മൂത്തിട്ടുണ്ട്, നമുക്കതങ്ങ് എടുക്കാം. കണ്ടില്ലയോ, മൂത്ത് നമുക്കത് എടുക്കാം. അതുപോലെ അടുത്തതും മൂത്തിട്ടുണ്ട്, അതും മാറ്റാം. പിന്നെ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിനകത്ത് മൈദ പൊടിയോ സോഡാ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അരിപ്പൊടിയും പഴവും ശർക്കരയും അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ശരീരത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും നല്ലതാണ്. പിന്നെ പഞ്ചസാര അല്ലല്ലോ, ശർക്കരയാണ് ചേർക്കുക, അതും ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ പാത്രം ഉണ്ടെങ്കിൽ, ഉണ്ണിയപ്പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തവി, ഈ വുഡൻ സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്, ഈ പാത്രത്തിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്, അത് വെച്ച് തന്നെ കുത്തിയെടുക്കുന്നത്. ഓക്കെ, ഇപ്പം റെഡി ആയിട്ടുണ്ട്. അത് ഇച്ചിരി നമുക്ക് സൈഡ് കണ്ടില്ല ഒന്ന് ഇതായി വരുന്നുണ്ട്, അത് ഇച്ചിരി വലുതായി പോയതുകൊണ്ടുള്ള അത് മൂത്ത് നമുക്കത് ഇച്ചിരി മൂത്തിട്ട് നമുക്കത് എടുക്കാം. ഓക്കെ, ഇതെല്ലാം ഇനി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു ട്രിപ്പ് കൂടെ ചെയ്യുകയാണ്, അത് ഇച്ചിരി വലുതായിപ്പോൾ. അപ്പോൾ ഒരു ട്രിപ്പ് കൂടെ ഒന്നുകൂടെ ശരിക്കങ്ങ് ചെയ്യാം. തവിയാണ് പ്രശ്നം, ചെറിയ തവി. ഇനി അടുത്ത വട്ടം ചെറിയ തവി വെച്ചിരിക്കണം. ഓക്കെ, എല്ലാത്തിലും ഒഴിക്കുക. ഇതുപോലത്തെ പഴയ പലഹാരങ്ങളൊക്കെ, ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം, ഇതൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കുറവാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കും പിള്ളേർക്ക്, അതൊക്കെ അവർക്കും ഇഷ്ടപ്പെടും. ബർഗറും പിസ്സ, KFC ഇതെല്ലാം ഇതുപോലത്തെ പലഹാരം അവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഇത് അവർക്കുണ്ടാകും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പലഹാരം കണ്ടില്ലേ, ഇപ്പം കണ്ടോ, വലിയ കുഴപ്പമില്ല, ഇച്ചിരി ചെറുതായിട്ടുണ്ട്. അപ്പോൾ സൈസ് ഒത്തിരി കൂടാതിരിക്കാൻ ചെറിയ തവി ഉപയോഗിക്കുക, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ചെറിയ തവി വെച്ച് തന്നെ ഒഴിക്കുക. ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു പലഹാരമാണ് ഈ ഉണ്ണിയപ്പം. ഓക്കെ, ഇത് റെഡി ആയിട്ടൊരു ഇച്ചിരി കളർ വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല, കളർ വന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും കളർ വരും, നല്ലതാണ് ഉണ്ണിയപ്പത്തിന്. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടത് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്കിതെല്ലാം നമുക്ക് എടുക്കാം. ഇനി
ഇപ്പോൾ എണ്ണ അധികം കുടിച്ചിട്ടില്ല. പഴം അവസാനം ചേർക്കുന്നതുകൊണ്ട് എണ്ണ അത്രയും കുടിക്കത്തില്ല. പഴം നേരത്തെ കുഴച്ച് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാക്കുന്ന സമയമാകുമ്പം കുഴച്ച് വയ്ക്കുന്നതാണ് നല്ലത്, നമ്മൾ ചേർക്കുന്നതാണ് നല്ലത്. മിക്സിക്കകത്തോ കൈ കൊണ്ട് കുഴച്ചോ എങ്ങനെയെങ്കിലും ചേർക്കാൻ പറ്റും. ഇപ്പോൾ ഉണ്ണിയപ്പം 2 സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.